വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പോലും തന്റെ സൗന്ദര്യം അത്രയ്ക്ക് നോക്കിക്കണ്ടില്ല എന്നുള്ളൊരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോ തന്നോടൊപ്പമുള്ള ജീവിതത്തിന് ഒരു വ്യക്തമായ പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഈ പോവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെല്ലാം പോകണം, തന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണം, കിട്ടുന്ന സമയത്തെല്ലാം തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന സ്വപ്നങ്ങൾ കാണുന്നു. പറഞ്ഞിട്ടെന്താ, താൻ പിണക്കമല്ലേ? സൂര്യ രാധികയോട് കാണിക്കുന്ന അടുപ്പം എനിക്ക് ഇഷ്ടാവുന്നില്ല. അത് ഏത് ആംഗിളിൽ നിന്നാണെന്ന് സൂര്യ പറഞ്ഞാലും അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എടോ, രാധിക എന്റെ പെങ്ങളെ പോലെ സ്നേഹിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞേ. സോ തനിക്കത് അങ്ങനെ ചിന്തിച്ചാൽ എന്താ? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്തിനാ അവളോട് ഇത്ര വൈരാഗ്യം? വരുണിന്റെ ഭാര്യയല്ലേ അവള്, നമ്മുടെ അനിയത്തിയല്ലേ. ആ നിലയ്ക്ക് നോക്കിയാലും ഒരു കുഴപ്പമില്ലല്ലോ. സൂര്യ അവളോട് പെണങ്ങളൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരുപാട് അടുപ്പം കാണിക്കാൻ പറ്റില്ല, അതെനിക്ക് നിർബന്ധം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ല, ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോ തന്നെ ചില കുറുമ്പുകളും വാശികളൊക്കെ അംഗീകരിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ ഞാനെന്തൊരു കോന്തം ഭർത്താവാ. അപ്പൊ പിണക്കം മാറിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ഓക്കെ, നമുക്കിടയിൽ ഇനി വേറൊരാളില്ല, വേറൊരാളെ കുറിച്ചുള്ള ചർച്ചയും ഇല്ല. തർക്കങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഇനിയുള്ള നാളുകൾ സന്തോഷമായിട്ട് ജീവിക്കാം നമുക്ക്. അറിയോ? ഓക്കെ. വെറും ഒരു തലയാട്ടലൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. സൂര്യയുടെ മനസ്സിൽ എന്നെക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്കുണ്ടെന്ന് തോന്നിയ ഈ ലോകം തന്നെ കീഴടക്കണമെന്നും പറഞ്ഞ് ഓടിച്ചാടി നടന്നിരുന്ന എന്റെ മോള് നിന്റെ കിടപ്പ് കണ്ടിട്ട് ഒത്തച്ചയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോടി. മോളെ മോളെ എന്റെ പ്രിയങ്ക മോളെ 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 നീ ഒന്ന് അനങ്ങിയല്ലോ.
മുത്തശ്ശിയുടെ മോളൊന്ന് കണ്ണു തുറക്ക്. മോളെ, കണ്ണു തുറന്ന് എഴുന്നേക്ക് മോളെ. ദേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ ഇനിയെങ്കിലും നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത രാധികയെ ഇല്ലാതാക്കണം മോളെ. ദേ, അവള് നിന്റെ വരുണിനെ സ്വന്തമാക്കി. കണിമംഗലത്തെ മരുമകൾ എന്ന സ്ഥാനം അവള് സ്വന്തമാക്കി. കണ്ണു തുറന്നേ മോളെ. ദേ എടി, നിന്നെ ഈ അവസ്ഥയിലാക്കിയത് രാധികയെ മോളെ. മുത്തശ്ശിക്ക് അത് നന്നായിട്ടറിയാം. ദേ, അവള് നിന്റെ ജീവിതം തട്ടിയെടുക്കാൻ വേണ്ടി നിന്നെ ഇല്ലാതാക്കിയതാ. മുത്തശ്ശി അത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല മോളെ. മോള് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായാ മതി. രാധികയുടെ കഥ മുത്തശ്ശി കഴിക്കും. മുത്തശ്ശി പറയുന്നത് മോള് കേക്ക്. എന്റെ മോള്, മോളെ, 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 ഒന്ന് സംസാരിക്കും മോളെ. മോളെ, മോളെ. കണ്ണു തുറക്ക്. അയ്യോ മോളെ, കണ്ണു തുറക്ക്.